ഹും, അർണവ്, ഇത്രയൊക്കെ കേട്ടിട്ട് നിന്റെ നെഞ്ച് പൊട്ടുന്നുണ്ടല്ലേ? അപ്പോൾ നീയൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും കാലം ജനിപ്പിച്ചു തന്ന ആരെന്ന് പോലും അറിയാത്തവളെന്നും തെരുവ് പെണ്ണെന്നും പറഞ്ഞ് നീയും ഈ വീട്ടിലുള്ളവരും എത്ര വട്ടം എൻ്റെ ആദിയുടെ ഹൃത്ത് വേദനിപ്പിച്ചിട്ടുണ്ട്. നിന്റെ ഭാര്യയായിരിക്കെ ഷാദിക്കും ജോക്കും എന്തിന് ഈ ശിതികക്ക് മുമ്പിൽ പോലും എൻ്റെ ആദിയെ നീ സെർവൻ്റാക്കി നിർത്തിയില്ലേ? വാക്കാലും നോക്കാലും പ്രവൃത്തിയാലും എൻ്റെ ആദിയെ വേദനിപ്പിക്കുമ്പോൾ മനസ്സിൽ പോലും കരുതി കാണില്ലല്ലേ ആദിയുടെ സ്ഥാനത്ത് താനാണെന്നത്? നീ തെരുവിലാർന്നു ജനിച്ചത്. സ്വന്തം അമ്മയുടെ മുലപ്പാലിൻ്റെ രുചി പോലും അറിയാനുള്ള ഭാഗ്യമില്ലാത്തവനാ നീ. നിന്നെ ശരിക്കും നിന്റെ അമ്മ സ്നേഹിക്കുന്നില്ല. ജനിച്ച അന്ന് തന്നെ കൈക്കുഞ്ഞായ നിന്നെ അനാഥാലയത്തിൽ നിർത്തിച്ച ഈ അമ്മയ്ക്ക് നിന്നോട് സ്നേഹമുണ്ട് എന്ന് നിനക്ക് പറയാനൊക്കുമോ? പിന്നെ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും സ്നേഹം പ്രകടിപ്പിക്കുന്നതും ഇവിടെയുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനും നിന്റെ പേരിലേക്ക് സ്വത്തുക്കളൊക്കെ അതൊക്കെ നീലിമയ്ക്കും ആനന്ദിനും കിട്ടുമല്ലോ എന്നുള്ളതുമായ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നീലിമയും ആനന്ദും നിന്നെ ഇവിടുന്ന് ഇറക്കി വിടാത്തത്. അല്ലാതെ ഏത് തന്തയ്ക്ക് ജനിച്ചത് എന്നറിയാത്ത നിന്നോട് ആനന്ദിനും നിന്നെപ്പറ്റി നീലിമയ്ക്കും സ്നേഹമില്ല. അവരുടെ ഉദ്ദേശം ഈ സ്വത്തുക്കൾ കൈക്കലാക്കുക എന്ന് മാത്രമാണ്. അതേ ഉദ്ദേശത്തോടെയാണ് ശിതികയും നിന്നിലേക്ക് വന്നണഞ്ഞത്. അവൾക്കും വേണ്ടത് ഇവിടുത്തെ സ്വത്തുക്കളാണ്, അല്ലാതെ ഒരിക്കലും നിന്റെ സ്നേഹമല്ല. പക്ഷേ ആദിക്കൊന്നും വേണ്ട. നിന്നെയും നിന്റെ സ്നേഹത്തെയും മാത്രം മതി അവൾക്ക്. അത്രയ്ക്ക് അവൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടുന്ന് പോവാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ അവളും കൂടെ ഇറങ്ങിയില്ലേ? അതൊട്ടും അവൾക്ക് വരാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. അവളുടെ ഏട്ടനായ ഞാൻ എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കും. പക്ഷേ നിന്നെ ഉപേക്ഷിക്കാൻ മാത്രം പറയരുത് എന്നാ അവൾ എന്നോട് പറഞ്ഞത്. അന്ന് ഞാൻ മനസ്സിലാക്കിയതാ ആദിക്ക് അർണവിനോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന്. ഇനി ഞാനിതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാ, ഇതൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കിയും നീലിമയുടെയും ആനന്ദിൻ്റെയും സ്വപ്നങ്ങളെല്ലാം തല്ലിക്കെടുത്തി എൻ്റെ അമ്മയെയും ആദിയെയും എന്നെയും തിരികെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനും ഇവരുടെ കുടുക്കിൽ നിന്ന് അർണവിനെ രക്ഷിക്കാനും വേണ്ടി മുത്തച്ഛൻ എന്നോടും അമ്മയോടും വന്നു ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറയാറുണ്ടായിരുന്നു. എല്ലാം തിരികെ പിടിക്കണം എന്നും ഇത്രയും കഷ്ടപ്പെട്ട് ജീവിച്ച ആദി ഇനി അങ്ങോട്ട് രാജകുമാരിയായി ജീവിക്കണം എന്നതുമായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങൾക്കതിന് സാധിച്ചില്ല. എൻ്റെ ആദിക്കെന്നും കണ്ണീർ പൊയ്ക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. ഒന്ന് സന്തോഷിക്കാൻ പോലും അവൾക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ അവളുടെ സന്തോഷം കണ്ണനാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞതാ. അതുകൊണ്ടാ ഇത്രയൊക്കെ കണ്ണൻ ആദിയെ വേദനിപ്പിച്ചിട്ടും ഞാൻ ആദിയെ കണ്ണനിൽ നിന്നകറ്റാത്തത്. കാർത്തി പറഞ്ഞു നിർത്തിയത് കേൾക്കെ കണ്ണൻ ആദിയിൽ നിന്നകന്നു നിന്ന് നിറമെയ്യാൽ കാർത്തിയെ നോക്കി. കണ്ണൻ ഭൂമി പിളർന്നു പോയിരുന്നേൽ എന്ന് പോലും ആശിച്ചുപോയി. കാർത്തി പറഞ്ഞ ഒന്നും തന്നെ അവൻക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഹൃദയം നുറുങ്ങുന്ന പോലെ. നീലിമ തന്നെ സ്നേഹിക്കുന്നില്ല, സ്വത്തിനു വേണ്ടി സ്നേഹം അഭിനയിക്കുകയാണെന്ന് കാർത്തി പറഞ്ഞിട്ടും അമ്മ അത് എതിർത്തില്ല. അതിനർത്ഥം കാർത്തി പറഞ്ഞത് സത്യമാണ് എന്നല്ലേ? വേശ്യപ്പണിക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കാതെയും അവരിൽ ഉടലെടുത്ത മറ്റൊരു ജീവനെ ഇല്ലാതാക്കിയും സ്വന്തം ഗർഭപാത്രം പോലും ഉപേക്ഷിച്ച ഈ സ്ത്രീയെയായിരുന്നു താൻ അമ്മ എന്ന് വിളിച്ചത്. അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥമറിയാത്ത, ദയയില്ലാത്ത, സ്നേഹം എന്തെന്ന് പോലും അറിയാത്ത ഇവരെയാണോ ഞാൻ സ്നേഹിച്ചിരുന്നത്? ഇവരുടെ വാക്കുകൾ എന്തിനു വേണ്ടിയായിരുന്നു താൻ അനുസരിച്ചിരുന്നത്? ഇവരാണ് എന്നിൽ അഹങ്കാരം നിറച്ചത്. ഞാനൊരു വലിയ ആരോ ആണെന്നുള്ള തോന്നൽ എന്നിൽ നിറച്ചത് ഈ സ്ത്രീയാണ്. ഇന്ന് ഞാൻ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരി ഈ സ്ത്രീയാണ്. ഒരാളുടെ ജീവിതം ഇല്ലാതാക്കിയാണ്. അല്ലല്ല, ഒരു കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടാണ് ഈ സ്ത്രീ ഇവിടെ ജീവിക്കുന്നത്. ഇന്നെൻ്റെ ആദി വേദനിക്കാൻ കാരണം ഈ സ്ത്രീയും ആനന്ദുമാണ്. ആനന്ദ് നീലിമയെ കണ്ടുമുട്ടിയില്ലായിരുന്നേ എൻ്റെ ആദി എത്ര സന്തോഷത്തോടെയായിരുന്നു ജീവിക്കുക. കാർത്തിക്കിനും യദുവിനുമൊപ്പം ആദിക്ക് സന്തോഷത്തോടെ സഹോദര സ്നേഹം അനുഭവിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടില്ലേ? കാർത്തിക്കിനും യദുവിനും പെറ്റമ്മയുടെ സ്നേഹം ലഭിക്കാതെ പോയത് ഞാൻ എൻ്റെ മാതാപിതാക്കളെന്ന് വിശ്വസിച്ച ഇവരും കാരണമല്ലേ? എത്ര പേരുടെ സന്തോഷം തല്ലിക്കെടുത്തിയിട്ട ഞങ്ങളിവിടെ ഹാപ്പിയായി ജീവിക്കുന്നത്. രാധേൻ്റെ ഇവിടെ പണിക്ക് നിന്നപ്പോൾ പോലും ആരും മുൻപരിചയം കാണിച്ചില്ലല്ലോ. എന്തുകൊണ്ടാ അത്? ഒരു കാലത്ത് ഇവിടുത്തെ മരുമോളായി ജീവിച്ചത് അവരെന്ന് ഇവിടുത്തെ ആരുടെ പെരുമാറ്റത്തിലും തനിക്ക് തോന്നിയില്ലല്ലോ. ശരിക്കും എന്താ സംഭവിച്ചത്? ആദി ആനന്ദിൻ്റെ മകളാണെന്ന് ആനന്ദിനൊഴികെ ബാക്കി എല്ലാവർക്കും അറിയുമെന്നല്ലേ കാർത്തി പറഞ്ഞത്? എന്നിട്ടും ആരുമെന്താ അവളെ ചേർത്ത് പിടിക്കാത്തതും സ്നേഹിക്കാത്തതും? എൻ്റെ ഭാര്യയെ അവൾ വന്നതുപോലും ഈ വീട്ടിലുള്ളവർക്ക് വെറുപ്പായി തോന്നിയത് എന്തുകൊണ്ടാ? ഒരുപക്ഷെ ഞാനും അവളും ഒരച്ഛൻ്റെ മകളാണെന്ന് അവർ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണോ? ഒന്നും മനസ്സിലാവുന്നില്ല. തല പെരുക്കുന്ന പോലെ. ഇല്ല,
ഞാൻ ആദിയോട് പണ്ട് പറഞ്ഞ പോലെ എൻ്റെ സ്ഥാനം എവിടെ കിടക്കുന്നു, അവളുടെ സ്ഥാനം എവിടെ കിടക്കുന്നു? തന്താരെന്ന് പോലും അറിയാത്ത ഒരാളുടെ കൂടെയല്ല ആദി ജീവിക്കേണ്ടത്. ഇത്രയും കാലം കഷ്ടപ്പെട്ടതല്ലേ അവൾ. നല്ല നിലക്കവൾ ജീവിക്കണമെങ്കിൽ അവൾ നല്ലൊരു പങ്കാളിക്കൊപ്പം പോണം. അല്ലാതെ എന്നെപ്പോലെ ഒരു വേശ്യയ്ക്ക് ജനിച്ച എല്ലാവർക്കും ഒരു അധികപ്പറ്റായ ഒരാളെ അല്ല ആദിക്ക് വേണ്ടത്. അവൾ സന്തോഷിക്കണം. എൻ്റെ ആദിയുടെ പുഞ്ചിരി നിറഞ്ഞ മുഖം എനിക്ക് കാണണം. അതിന് ഇനി ഞാൻ ഒരിക്കലും ആദിയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. കണ്ണൻ ആദിയെ നോക്കി. നിറമെയ്യാൽ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണവൾ. അറിയാതെ അവൻ്റെ മീകൾ നീലിമയിലേക്ക് നീണ്ടതും വല്ലാത്തൊരു പുച്ഛം അവനിൽ നിറഞ്ഞു. ഇത്രയും നാൾ ഒരമ്മയുടെ സ്നേഹം നൽകി അഭിനയിച്ചതിൽ നന്ദിയുണ്ട്. ഈ നിൽക്കുന്ന ആനന്ദിന് ഭാര്യയുണ്ട് എന്നറിയേ അവരുടെ ജീവിതത്തിലേക്ക് കയറിച്ചെന്ന് 3 കുഞ്ഞുങ്ങളുടെയും ഒരു സ്ത്രീയുടെയും ജീവിതം നശിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് സമാധാനമായി കാണുമല്ലോ അല്ലേ? നിങ്ങൾക്ക് പറ്റിയ കുടുംബവുമാണിത്. ആ രാധേൻ്റെ ഇവിടെ പണിക്ക് നിന്നപ്പോൾ ഇവിടുത്തെ മരുമോളായിരുന്നു അതെന്നുള്ള യാതൊരു ബന്ധവും ആരും കാണിച്ചില്ല. എന്തിന് ഒരു കണ്ടുപരിചയം പോലും ആരും കാണിച്ചില്ല എന്നതോർത്തിട്ട് എനിക്ക് നിങ്ങളോടൊക്കെ പുച്ഛം തോന്നുന്നു. ആദി ആനന്ദിൻ്റെ മകളാണെന്ന് നിങ്ങൾക്കൊക്കെ അറിഞ്ഞിട്ടും അവളെ ഇത്രയും കാലമായിട്ട് നിങ്ങൾ ചേർത്ത് പിടിക്കാത്തത് കണ്ടിട്ട് നിങ്ങളെയൊക്കെ ആണല്ലോ ഞാൻ എൻ്റെ സ്വന്തമായി കണ്ട് സ്നേഹിച്ചത് എന്നോർത്തിട്ട് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. കൃഷ്ണപുരം തറവാട്ടിലല്ല അർണവ് ജനിച്ചത്. ഇത്രയും കാലം എൻ്റെ പേരിനൊപ്പം ഉണ്ടായിരുന്ന കൃഷ്ണ ഇനി എനിക്ക് വേണ്ട. കാർത്തി പറഞ്ഞ പോലെ അർണവാണ് ഞാൻ. കൃഷ്ണപുരം തറവാടുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ആരും ഒരു ബന്ധം പറഞ്ഞ് ഇങ്ങോട്ട് വരാനും നിൽക്കണ്ട. ദേഷ്യത്തിൽ എല്ലാവരെയും നോക്കി പറഞ്ഞവൻ അവസാനത്തെ ഡയലോഗ് ആദിയെ നോക്കിയായിരുന്നു പറഞ്ഞത്. അസുര, നീ എങ്ങോട്ട് പോവാ? അത്രയും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിനെ കാണെ ആദ്യ അവൻ്റെ കൈ മുറുകെ പിടിച്ചവൻ്റെ മുന്നിൽ കയറി നിന്നു. ആദിത്യ, ഇനി നിന്നോടായിട്ട് ഞാനൊന്നും പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാനും നീയും ഒരിക്കലും ചേരില്ല. ഒരു വേശ്യയ്ക്ക് ജനിച്ച തന്താരെന്ന് പോലും അറിയാത്ത ഞാൻ ഒരിക്കലും കൃഷ്ണപുരം തറവാട്ടിലെ രാജകുമാരിക്ക് ചേരില്ല. നീ എന്നും സന്തോഷത്തോടെ ജീവിക്കണമെന്ന നിന്റെ ഏട്ടൻ്റെ ആഗ്രഹം. എൻ്റെ ഒപ്പമുള്ള നിന്റെ ജീവിതം ഇത്രയും കാലം നിരകതുല്യമായിരുന്നു. ഇനിയും നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ. ഞാൻ പോവാ പെണ്ണെ. പക്ഷേ അത് വെച്ച് നിന്റെ അസുരൻ നിന്നെ വെറുത്തെന്ന് നീ കരുതണ്ട. അർണവി ലോകത്ത് സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ടേൽ അത് നീ മാത്രമാ. നിന്നെ ആ പെണ്ണെ ഞാൻ സ്നേഹിച്ചതും ഇപ്പോൾ സ്നേഹിക്കുന്നതും. പക്ഷേ നിന്റെ സന്തോഷം ഞാൻ തല്ലിക്കെടുത്തില്ല. നീ സന്തോഷമായി ജീവിക്ക്. അതെവിടെ വെച്ചെങ്കിലും ഞാൻ നോക്കിക്കണ്ടോളാം. അതിനൊക്കെ പുറമെ ഒരു കാര്യം കൂടി പറയട്ടെ. കണ്ണൻ ആദിയുടെ മീകളിലേക്ക് നോക്കി. കവിളിനെ ചുംബിക്കുന്ന അവളുടെ കണ്ണുനീർ കാണെ അവൻ്റെ ഹൃത്ത് വല്ലാതെ മിടിച്ചു. ഒരു നിമിഷം മൗനം പാലിച്ചവൻ ആദിയുടെ ഇരു കവിളിലും കൈവച്ചവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ക്ഷമിക്കാൻ കഴിയുന്നതിലും അപ്പുറം ഒത്തിരി കുത്തി നോവിച്ചിട്ടുണ്ട് എന്നറിയാം. സോറി. നിന്നെ ഓരോ പ്രാവശ്യവും കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല എൻ്റെ നാക്കിൽ നിന്ന് വീഴുന്ന വാക്കുകൾക്ക് ഇത്ര മൂർച്ചയുണ്ടെന്ന്. ഇന്ന് നിൻ്റെ ഏട്ടൻ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ആ വേദന മനസ്സിലാക്കിയത്. അല്ല, നിൻ്റെ ഏട്ടൻ ആ വേദന എനിക്ക് മനസ്സിലാക്കി തന്നത്. വേദനിപ്പിച്ചതിനെല്ലാം മാപ്പ്. ഇനി എൻ്റെ പെണ്ണിൻ്റെ കണ്ണ് നിറയാതെ സൂക്ഷിക്കണം. പറ്റുന്നില്ലടി നിന്നെ ഇങ്ങനെ കാണാൻ. ഇനിയും എൻ്റെ കൂടെ ജീവിച്ച് നിൻ്റെ ജീവിതം നശിപ്പിക്കണ്ട. നീ ഹാപ്പിയായി ജീവിക്ക്. അപ്പോൾ ഞാൻ പോട്ടെ. ആദിയുടെ നെറ്റിയിലൊന്ന് മുത്തി തിരിഞ്ഞു നോക്കാതെ വേഗം നടന്നു നീങ്ങിയവനെ ആദി നോക്കി നിന്നു. അവളൊന്ന് അനങ്ങുക കൂടി ചെയ്യാതെ ഒരേ നൃത്തം നിൽക്കുന്നത് കണ്ട് കാർത്തി അവൾക്കടുത്തേക്ക് വന്നു. ആദി. ആദിയുടെ ഷോൾഡറിൽ കൈവച്ചവൻ വിളിച്ചത് കേൾക്കെ ഒരു പൊട്ടിക്കരച്ചിലോടെ ആദി കാർത്തിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. പെട്ടെന്നെന്തോ ഓർമ്മ വന്ന പോലെ ആദി കാർത്തിയിൽ നിന്ന് അകന്നു നിന്നിട്ട് കണ്ണുനീർ വാശിയോടെ തുടച്ചു കളഞ്ഞ് മുറ്റത്തേക്കോടി. കാറ് പോലും എടുക്കാതെ നടന്നു പോകുന്നവനെ കാണെ ആദി ഞെട്ടി. മാസ്ക് പോലും വെച്ചിട്ടില്ല ചെക്കൻ. ഇത്രക്ക് ഫേമസ് ആയ അവൻ മാസ്ക് ഇല്ലാതെ കരഞ്ഞോണ്ട് എങ്ങനെ പോയാൽ ചെക്കൻ്റെ വീഡിയോ ഇപ്പം തന്നെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ കറങ്ങും. യാതൊരുവിധ ചിന്തയുമില്ലാതെ ചെക്കൻ പോണത് കണ്ടില്ലേ? ആദി കണ്ണൻ്റെ പിറകെ ഓടിച്ചെന്നവൻ്റെ കയ്യിൽ പിടിച്ചതും അവൻ തലചരിച്ചവളെ നോക്കി. നീ എന്തിനാ പെണ്ണെ ഇങ്ങോട്ട് വന്നേ? പൊക്കോ. എൻ്റെ കൂടെ വന്നാൽ നിനക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല പെണ്ണെ. ഞാൻ ഒരിക്കലും നിനക്ക് ചേരില്ല. തൻ്റെ കൈ വിടിയിച്ച് പറഞ്ഞ് ഒരു ഓട്ടോക്ക് കൈ കാണിച്ചു അതിലേക്ക് കയറിയവനെ കാണെ ആദിയും അതിലേക്ക് ചാടിക്കയറി. ആദിത്യ പ്ലീസ് കളിക്കല്ലേ, മര്യാദക്ക് പൊക്കോ. ഇല്ല സുര, ആദ്യം നിന്നെ തനിച്ചാക്കി എങ്ങോട്ടും പോവില്ല. ഇനി അങ്ങോട്ട് ഞാൻ സന്തോഷിക്കണമെന്ന് നീ പറഞ്ഞില്ലേ? നീ ഇല്ലാതെ ഞാൻ എങ്ങനെ സന്തോഷിക്കും? എൻ്റെ സന്തോഷം നീയാണെന്നെന്താ നീ മനസ്സിലാക്കാത്തേ? ഞാൻ നിനക്ക് ചേർന്നവനല്ലാതെ. ഞാൻ ആർക്കോ പറ്റിയ പേരിൽ ജന്മം കൊണ്ട് ഒരു പായ് ജന്മമാണ്.
ആ എന്നെ നീ വിട്ടേക്ക്. അന്തസ്സുള്ള ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനെ സ്നേഹിക്കാൻ നോക്ക് നീ. കണ്ണൻ പറഞ്ഞത് കേൾക്കെ ആദ്യം അവൻ്റെ വാ മൂടി. ഡ്രൈവർ അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് അവൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടുതന്നെ കണ്ണനെ സംസാരിക്കാൻ വിടാതെ ആദ്യം ഒന്നും മിണ്ടാതിരുന്നു. ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ക്യാഷും കൊടുത്ത് ഒരു ഫ്ലാറ്റിലേക്ക് കയറിപ്പോയ കണ്ണൻ്റെ പിറകെ ആദിയും ഓടി. ആദി, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ. ഞാൻ ഒരിക്കലും നിന്നെ എൻ്റെ ഒപ്പം കൂടെ കൂട്ടുമെന്ന് കരുതണ്ട. ഒരിക്കലും നിനക്ക് യോജിച്ചവനല്ല ഞാൻ. നീ കൃഷ്ണപുരം തറവാട്ടിലെ രാജകുമാരിയാ. പക്ഷെ ഞാനോ, ഞാൻ തെരുവിലാ ജനിച്ചത്. ആർക്കും വേണ്ടാത്ത ഒരു ജന്മം. ജനിപ്പിച്ച് തന്ന ആരെന്ന് പോലും അറിയാത്തവൻ. വേണ്ടാതി, എന്നെപ്പോലൊരു കൂട്ട് നിനക്ക് വേണ്ട. ഞാൻ തെരുവ് പെണ്ണായിട്ടും നീ എന്നെ വിവാഹം ചെയ്തില്ലേ, സ്നേഹിച്ചില്ലേ? കുടുംബ പേരിലും കുടുംബ മഹിമയിലും ഒന്നുമല്ലാസുര കാര്യം. ഇരു വ്യക്തികൾ തമ്മിൽ പ്രണയിക്കുന്നുണ്ട്, അവർ ഒന്നിക്കുക എന്നല്ലാതെ കുടുംബക്കാരെ നമ്മൾ നോക്കണ്ട. എനിക്ക് നിൻ്റെയോ എൻ്റെയോ ബാക്ക്ഗ്രൗണ്ട് എന്തെന്നറിയണ്ട. എനിക്ക് നിന്നെ മാത്രം മതി. നിന്റെ സ്നേഹത്തെക്കാളും വലുതായി മറ്റൊന്നും എനിക്ക് വേണ്ട സുര. നിനക്ക് വട്ടാതി. നേരം ഇരുട്ടി തുടങ്ങിയേക്ക്. ഇവിടെ ചുറ്റിക്കറങ്ങാതെ മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ. കണ്ണൻ അതും പറഞ്ഞു ആദിക്ക് യാതൊന്നും സംസാരിക്കാൻ ഇടം കൊടുക്കാതെ വേഗം ഡോറ് തുറന്നു അകത്തേക്ക് കയറി ഡോറടച്ചു ലോക്ക് ചെയ്തു. അസുര, ഡോർ തുറക്ക്. അസുര പ്ലീസ്. ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ സങ്കടത്തോടെ ആദി കുറേ നേരം ഡോറിൽ തട്ടി നോക്കി. പക്ഷേ കണ്ണൻ ഡോറ് തുറക്കുന്നില്ല എന്ന് കണ്ടതും നിറമേയാൽ അവൾ ആ ഫ്ലാറ്റ് വിട്ടിറങ്ങി. പക്ഷേ എന്തുകൊണ്ടോ അവൾക്ക് ആ പരിസരം വിട്ട് കണ്ണനെ തനിച്ചാക്കി പോവാൻ തോന്നിയില്ല. ഫ്ലാറ്റിലെ ഗാർഡനിൽ ചെന്നവളിരുന്നു. റൂമിലേക്ക് കയറിയ കണ്ണൻ നിലത്തേക്കിരുന്നു പൊട്ടിക്കരഞ്ഞു. ഒന്നും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹൃദയം നുറുങ്ങുന്ന പോലെ. ആദിയെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കണമെന്നുണ്ട്. പക്ഷേ തൻ്റെ സ്ഥാനം ഓർക്കുമ്പോൾ ആദിയെ ആഗ്രഹിക്കാനുള്ള അധികാരം പോലും തനിക്കില്ലെന്ന് മനസ്സ് വിളിച്ചോതുന്നു. ആരുടെ മകനെന്നില്ലാതെ വേശ്യയിൽ ജന്മം കൊണ്ടവൻ. എൻ്റെ അഹങ്കാരത്തിന് ദൈവം തന്ന ശിക്ഷയായിരിക്കാം ഇത്. എത്രമാത്രം ഞാൻ എൻ്റെ ആദിയെ ഇതുപോലെ ഓരോ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചു. ചുമ്മാ ഓർക്കുമ്പോൾ തന്നെ ഇത്രയ്ക്ക് സങ്കടമുണ്ടെങ്കിൽ ഒരാൾ കളിയാക്കുമ്പോൾ എത്രമാത്രം വേദന കാണും. എല്ലാം എൻ്റെ ആദ്യം സഹിച്ചില്ലേ? അവളുടെ സന്തോഷം തല്ലിക്കെടുത്തിയ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടില്ലേ? പാവം ചെയ്തു. എൻ്റെ അനിയനായി ജീവിച്ചപ്പോഴും നീലി അവനെ സ്നേഹിക്കാറില്ലായിരുന്നു. സ്വന്തം അമ്മ ആ വീട്ടിലെ വേലക്കാരിയായി വന്നു അവനെ സ്നേഹിച്ചതോർത്ത് സങ്കടപ്പെടുന്നുണ്ടാവും അവൻ. വേലക്കാരിയായി അല്ലാതെ അമ്മയായി തൻ്റെ മുന്നിൽ വന്ന അവനെ സ്നേഹിക്കണം എന്നാഗ്രഹിച്ചാൽ പോലും സ്നേഹിക്കാൻ അവൻ്റെ അമ്മ ജീവനോടെ ഇല്ലാതെ പോയി. എന്തോ കണ്ണന് വല്ലാതെ മനസ്സ് വേദനിച്ചു. താനൊട്ടും വിചാരിക്കാത്ത, സ്വപ്നത്തിൽ പോലും കരുതാത്ത കാര്യങ്ങളാണ് ഇന്ന് തൻ്റെ ജീവിതത്തിൽ നടന്നത്. ഒറ്റ ദിവസം കൊണ്ട് കാർത്തി എൻ്റെ ജീവിതം മാറ്റിമറിച്ചു. എൻ്റെ സ്വാർത്ഥത കൊണ്ട് അവനിത് പറഞ്ഞില്ലായിരുന്നേ എന്ന് ആശിച്ചു പോവുകയാണ് ഞാനിപ്പോൾ. എങ്കിൽ എൻ്റെ സന്തോഷങ്ങൾ നശിച്ചു പോവില്ലായിരുന്നു. ഇപ്പോൾ താൻ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്നും അങ്ങോട്ട് ദഹിക്കാത്ത പോലെ. സത്യം പറഞ്ഞ മരിച്ചു കളയാൻ പോലും തോന്നുന്നുണ്ട്. പക്ഷേ എൻ്റെ ആദി ജീവനോടുള്ളപ്പോൾ മരിക്കാനൊരു ഭയം. ആരെന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചില്ലേലും എൻ്റെ ആദിയുടെ സ്നേഹം സത്യമാണ്. ആത്മാർത്ഥമായ പ്രണയവും സ്നേഹവും എനിക്ക് സമ്മാനിച്ചത് എൻ്റെ ആദി മാത്രമാണ്. ഇടയ്ക്ക് അമ്മയായും ചേച്ചിയായും ഭാര്യയായും കൂട്ടുകാരിയായും എല്ലാം ആദി എന്നെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തിട്ടുണ്ട്. അവളെ പിരിയാൻ എനിക്ക് ആഗ്രഹമുണ്ടായിട്ടല്ല. പക്ഷേ ഞാനൊട്ടും അവൾക്ക് ചേരില്ലെന്നൊരു തോന്നൽ. ഞാനല്ലാതെ മറ്റാരും എൻ്റെ ആദിയെ ചേർത്ത് പിടിക്കുന്നത് പോലും എനിക്ക് സങ്കല്പിക്കാനാവില്ല. അങ്ങനെയുള്ള ഞാൻ ആദിയോട് മറ്റൊരു കൂട്ട് തേടാൻ പറയുന്നത്. അറിയില്ല എനിക്കെന്താ സംഭവിച്ചതെന്ന്. പക്ഷേ കാർത്തി ആഗ്രഹിച്ച പോലെ എൻ്റെ ആദി ജീവിക്കണമെങ്കിൽ ഉറപ്പായും അവൾ മറ്റൊരു ഇണയെ തേടണം. സ്വന്തം കുഞ്ഞിനെ പോലും കൊന്നവനാ ഞാൻ. കൂടാതെ ആരുടെയോ പിയ കൊണ്ട് ജന്മം കൊണ്ടവനും. എന്നെപ്പോലൊരു വൃത്തികെട്ടവൻ്റെ കൂടെ ജീവിച്ചാൽ എൻ്റെ ആദിക്ക് സന്തോഷിക്കാൻ കഴിയില്ല. കൂടെ എൻ്റെ അസുര സ്വഭാവം പുറത്തു ചാടിയാൽ ഞാൻ എങ്ങനെയാ പെരുമാറുക എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ആദിക്ക് ഞാൻ ചേരുകയില്ല. ഇനിയും വയ്യ എനിക്ക് എൻ്റെ പെണ്ണിനെ നോവിക്കാൻ. നിലത്തേക്ക് കിടന്ന് ഓരോന്ന് ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന കണ്ണൻ ഇടയ്ക്കെപ്പോയോ ഉറങ്ങിപ്പോയിരുന്നു. ആദിയെ ആരോ ഉപദ്രവിക്കുന്നതായി സ്വപ്നം കണ്ട കണ്ണൻ ഞെട്ടിണീറ്റു. അവനാകെ വിയർക്കുന്നുണ്ടായിരുന്നു. അവളുടെ പേര് പതിയെ മന്ത്രിച്ചു കൊണ്ടവൻ താഴേക്കോടി. അവൾ വീട്ടിലേക്ക് പോയോ എന്ന് പോലും അറിയില്ല. എങ്ങോട്ട് പോയി അവളെ തിരിയണമെന്നറിയാതെ ഉള്ളിൽ കുമിഞ്ഞ പേടിയോടെ അവൻ ഓടുമ്പോഴാണ് അപ്പുറത്തെ സൈഡിലുള്ള ഗാർഡനിൽ ഒരു പെണ്ണിന് ചുറ്റും നിൽക്കുന്ന 3 ചെക്കന്മാരെ കണ്ടത്. അതിലൊരുത്തൻ ആ പെൺകുട്ടിയുടെ കവളിൽ കുത്തിപ്പിടിച്ചിട്ടുണ്ട്. അവൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് മുഖം കാണുന്നില്ല. അവളെ വേറെ ആരെങ്കിലും രക്ഷിക്കുമെന്ന് കരുതി ഞാൻ എൻ്റെ ആദിക്ക് വേണ്ടി മുന്നോട്ടോടിയെങ്കിലും
ആരോ കാല് പിന്നോട്ട് വലിക്കുന്ന പോലെ. ഞാൻ അവളെ രക്ഷിക്കാതെ പോയ ആ 3 വൃത്തികെട്ടവന്മാർ ആ പെൺകുട്ടിയെ പിച്ച് ചീന്തുമെന്ന് തീർച്ചയാണ്. തനിക്ക് പറ്റുമെങ്കിൽ ആ ജീവനെങ്കിലും രക്ഷിക്കണം. പക്ഷേ എൻ്റെ ആദി, അവളെവിടെ? ആകെ കൂടെ തല കറങ്ങിയിട്ടും കരഞ്ഞു കരഞ്ഞു കവിളൊക്കെ ചേർത്തിട്ടും കൂടാതെ കൺതടമെല്ലാം തടിച്ച് ജീർണിച്ചത് കൊണ്ടും കാഴ്ച വ്യക്തമല്ല. എങ്കിലും ഓടിച്ചെന്നവൻ ആ പെൺകുട്ടിയുടെ കവിളിൽ കുത്തിപ്പിടിച്ച് ഡയലോഗ് അടിച്ചുകൊണ്ട് അവളെ ചുംബിക്കാൻ അവളിലേക്ക് അടുക്കുന്നവനെ സൈഡിൽ നിന്ന് ചവിട്ടി വീഴ്ത്തി. നിലത്ത് വീണവനും മറ്റു 2 പേരും ദേഷ്യത്തോടെ അവനെ നോക്കി. അസുര! ആ പെൺകുട്ടി കരഞ്ഞോണ്ട് ഓടി വന്ന് തന്നെ കെട്ടിപ്പിടിച്ചതും കണ്ണനൊരു നിമിഷം സ്തംഭിച്ചു നിന്നു. ആദി! ഒരു പക്ഷേ ഇവളെ രക്ഷിക്കാതെ ആദിയെ തേടി ഞാൻ മറ്റെങ്ങോ പോയിരുന്നെങ്കിൽ എൻ്റെ പെണ്ണിനെ ഇവർ നോവിക്കില്ലായിരുന്നു. കണ്ണനിൽ വല്ലാത്ത ദേഷ്യം നിറഞ്ഞു. ആദിയെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചവൻ അവളുടെ മൂർത്താവിലൊന്ന് ചുംബിച്ചു. അട്ടയെപ്പോലെ കണ്ണനിലേക്ക് കൂടുതൽ ചേർന്ന് നിന്ന് പൊട്ടിക്കരയുകയാണ് ആദി. അവൾ അത്രമേൽ പേടിച്ചിരുന്നു. ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് കണ്ണനെക്കുറിച്ച് ആലോചിച്ച് കരയുമായിരുന്നു ആദി. അന്നേരമാണ് 3 ചെക്കന്മാർ വന്നടുത്തിരുന്നതും വൃത്തികേടായി ഓരോന്ന് സംസാരിച്ചതുമൊക്കെ. ദേഷ്യം വന്ന താൻ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോവാൻ ശ്രമിച്ചപ്പോഴാണ് അവർ തനിക്ക് ചുറ്റും നിന്ന് തന്നെ ഉപദ്രവിക്കാൻ ശ്രമം നടത്തിയത്. കണ്ണൻ വന്നില്ലായിരുന്നേൽ ആദിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. കണ്ണനിലേക്ക് ചേർന്ന് നിന്ന് കരയുന്നവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റിയവൻ ആ 3 ചെക്കന്മാരെയും നോക്കി. ഉള്ളിലെ ദേഷ്യവും സങ്കടവും മാറ്റാനെന്നോണം കണ്ണൻ അവരെ 3നെയും അടിച്ച് ഒരു പരുവാക്കി. കൂട്ടത്തിൽ കുറച്ചൊക്കെ ഇങ്ങോട്ടും വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടേലും അവൻ്റെ മനസ്സിന് പറ്റിയ മുറിവിനോളം വരില്ല ഇപ്പോൾ പറ്റിയ കുഞ്ഞു കുഞ്ഞു പരിക്കുകൾ. അവരെ 3ഉം കിട്ടാനുള്ളതെല്ലാം മേടിച്ച് അവസാനം ഇനിയും തല്ലുകൊള്ളാനുള്ള ശേഷി ഇല്ലെന്ന് മനസ്സിലാക്കി ഓടിയതും കണ്ണൻ ആദിയെ നോക്കി. നിറമിയാലെ തന്നെ നോക്കുന്നവളെ കാണെ അവൻ്റെ ഹൃത്തൊന്ന് തുള്ളി. ഓടിച്ചെന്ന് പാതിരാക്ക് തനിയെ ഇവിടെ ഇരുന്നതിന് മുഖത്തിട്ടൊന്ന് പൊട്ടിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കണമെന്നുണ്ട്. പക്ഷേ തലച്ചോറ് വീണ്ടും വീണ്ടും അവളെ ആഗ്രഹിക്കാനുള്ള അവകാശം പോലും തനിക്കില്ലെന്ന് വിളിച്ചോതുന്നു. ആദിയെ തന്നെ ഇമവെട്ടാതെ നോക്കി നിന്നപ്പോൾ പെടുന്നനെ ഓടി വന്നവൾ തന്നെ ഇറുകെ കെട്ടിപ്പിടിച്ചതും ഒന്ന് അനങ്ങുക പോലും ചെയ്യാതെ അവളെ ചേർത്ത് പിടിക്കാതെ കണ്ണൻ ഒരേ നൃത്തം നിന്നു. തന്നെ കണ്ണൻ ചേർത്ത് പിടിക്കുന്നില്ല എന്ന് കണ്ടതും ആദി തലയുയർത്തി കണ്ണൻ്റെ മീകളിലേക്ക് ഉറ്റുനോക്കി. ഇനി ഒരിക്കലും അസുരൻ എന്നെ ചേർത്ത് പിടിക്കില്ലേ? പണ്ടത്തെ പോലെ എപ്പോഴും ചേർത്ത് പിടിച്ചെന്നെ ഉമ്മിക്കില്ലേ? നിന്റെ സ്നേഹമുത്തങ്ങളെല്ലാം എനിക്ക് നിഷേധിക്കപ്പെട്ടോ? എൻ്റെ അസുരൻ എന്ന സ്ഥാനമൊഴിഞ്ഞു നീ എന്നെ തനിച്ചാക്കി പോവാണോ? ഈ അസുരൻ്റെ പ്രണയം ആദിക്കുള്ളതല്ലേ? നിറമിയാൽ ചോദിച്ചവളെ കാണെ കണ്ണൻ്റെ ഹൃദയം നുറുങ്ങുന്ന പോലെ അവന് തോന്നി. ഈ അസുരൻ്റെ പ്രണയം എന്നും ആദിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. പക്ഷേ നമ്മൾ ഒരുമിക്കേണ്ട ആദി. എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കുന്നേ. കണ്ണൻ പറഞ്ഞത് കേൾക്കെ അവനിൽ നിന്ന് അകന്നു നിന്നാദി കണ്ണൻ്റെ മുഖത്തെ കാഞ്ഞടിച്ചു. ഒരു നിമിഷം കണ്ണൻ പോലും ഞെട്ടിപ്പോയി. കൈയൊന്ന് കുടഞ്ഞ് വീണ്ടും തന്നിലേക്ക് ചേർന്ന് നിന്നവൾ തൻ്റെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്ത് കണ്ണുകൾ ഇറുകെ അടച്ച് നുണയുന്നത് കണ്ട് കണ്ണനെന്ന് വിറങ്ങലിച്ചു പോയി. ആ ചുണ്ടിലെ മധു നുകരാൻ വല്ലാതെ വെമ്പിയിരുന്നു. പക്ഷേ എന്തോ ഒന്നവനെ വേദനിപ്പിക്കുന്നുണ്ട്. തന്നിലേക്ക് പറ്റിച്ചേർന്ന് നിന്ന് മതി വരാതെ വീണ്ടും ചുംബിക്കുന്നവളുടെ അരയിലൂടെ അവൻ കൈയിട്ടു അവളെ ചേർത്ത് പിടിച്ചു. അതറിയെ ആദിയുടെ ചുണ്ടുകൾ പുഞ്ചിരി തൂകിയിരുന്നു. വേദനിപ്പിക്കാതെ അവൻ്റെ ചുണ്ടൊന്ന് കടിച്ചു വിട്ടവൾ അവനിൽ നിന്ന് അകന്നു നിന്നതും ആനുശ്വാസം വലിച്ചു വിട്ടവൻ ആദിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അസുര, എനിക്ക് നിന്നെ വേണം. നീ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും എൻ്റെ തലയിൽ കയറില്ല. നീ ആരോ ആയിക്കോട്ടെ, നിന്റെ തന്ത ആരായാലും അതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. നിന്റെ അമ്മ ഒരു വേശ്യയായത് നിന്റെ പ്രശ്നമല്ല. അതെനിക്കും ഒരു പ്രശ്നമല്ല. കുടുംബ പേരിനും കുടുംബ മഹിമയ്ക്കും ധാരാളം പ്രാധാന്യം നൽകിയ നിനക്ക് ഇതൊന്നുമില്ലെന്നറിഞ്ഞപ്പോൾ നീ ആകെ തളർന്നു പോയി എന്നെനിക്കറിയാം. പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്ക് നീ. ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാ. ആ നീ നല്ലവനാണോ എന്നതും എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നതുമാണ് എനിക്ക് പ്രാധാന്യം. എൻ്റെ കാഴ്ചപ്പാടിൽ നീ നല്ലൊരു വ്യക്തിയാണ്. അതേപോലെ നിന്നേക്കാളേറെ എന്നെ സ്നേഹിക്കുന്ന ഹൃദയമാണ് നിൻ്റേത്. അതുകൊണ്ട് എനിക്ക് നിന്നെ മാത്രം മതി. നിൻ്റെ കുടുംബത്തെയോ അമ്മയെയോ അച്ഛനെയോ കുടുംബപ്പേരോ ഒന്നും തന്നെ വേണ്ട. അല്ല, ഇത്രയും കാലം നീ എന്നെ കൂടെ കൂട്ടിയത് എൻ്റെ കുടുംബപ്പേരും അച്ഛനെയും ഒക്കെ അറിഞ്ഞിട്ടാണോ? അല്ലല്ലോ. അപ്പോൾ പിന്നെ ഇനി തുടർന്നും നമുക്കിതൊന്നും നോക്കാതെ ജീവിക്കണം. പറ്റില്ലേ? ആദിനെ സ്നേഹിച്ചു ആദിക്കൊപ്പം ജീവിക്കാൻ എൻ്റെ അസുരന് സാധിക്കില്ലേ? അല്ലെങ്കിൽ ഇനിയും ഈ ആദിനെ വേദനിപ്പിക്കൂ നീ? തൻ്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കി ചോദിക്കുന്നവളെ കണ്ട് എന്ത് മറുപടി പറയണം എന്നറിയാതെ കണ്ണൻ അവളുടെ മീകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു.